നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാർ 2000 കോടി കൂടി കടമെടുക്കുന്നു. ഇതിനായി കടപ്പത്രം ഇറക്കും. തീരുമാനം ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ പ്രതിസന്ധിയിലാകാനുള്ള സാധ്യത കണക്കിലെടുത്ത്. മംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ സദാചാര ആക്രമണം. പരിക്കേറ്റ 3 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. ആക്രമണം ഇന്നലെ രാത്രി സോമേശ്വർ ബീച്ചിൽ. കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമെതിരെ വിമർശനം തുടർന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. വെറുപ്പ് വിതറി രാജ്യത്തെ ഭിന്നിപ്പിക്കുകയാണെന്ന് രാഹുൽ. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷം. ജനാധിപത്യത്തിന്റെ അടിത്തട്ടിന് ഇളക്കം സംഭവിച്ചുവെന്നും മാധ്യമ സ്വാതന്ത്ര്യം കുറയുന്നുവെന്നും വിമർശനം. അടുത്ത 3 സംസ്ഥാനങ്ങളിൽ കർണാടക ആവർത്തിക്കുമെന്നും രാഹുൽ. കണ്ണൂർ ട്രെയിൻ തീവെപ്പിൽ കസ്റ്റഡിയിലുള്ള ഉത്തരേന്ത്യൻ സ്വദേശിയുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. ചോദ്യം ചെയ്യൽ തുടരും. കത്തിച്ച ബോഗിയിൽ ഇന്ന് വിശദമായ പരിശോധന. ബ്രിജ്ഭൂഷണെതിരായുള്ള പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി ഗുസ്തി താരങ്ങൾ. സമരത്തിന് പിന്തുണയുമായി കർഷക സംഘടനകൾ. തുടർ സമര പരിപാടികൾ കുരുക്ഷേത്രയിലെ ഗാപ് മഹാപഞ്ചായത്ത്. ജൂനിയർ ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി കിരീടം നിലനിർത്തി ഇന്ത്യ. ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 1-2 ഗോളുകൾക്ക്. ഏഷ്യ കപ്പിലെ കിരീട നേട്ടം 4ാം തവണ.